സഖാക്കളെ, തൃശൂർ റെയിൽവേ സ്റ്റേഷൻ വിൽപ്പനയ്ക്കെതിരെ DRU CITയുടെ നേതൃത്വത്തിൽ ആലുവ, തൃശൂർ, ചാലക്കുടി ബ്രാഞ്ചുകളുടെ നേതൃത്വത്തിലാണ് ഇവിടെ റിലേ സത്യാഗ്രഹ സമരം നടന്നു വരുന്നത്. ഈ റിലേ സത്യാഗ്രഹ സമരം 3-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെയെല്ലാം സ്വകാര്യ അഹങ്കാരമായിട്ടുള്ള സ്ഥാപനങ്ങളാണ് പൊതുമേഖലയിൽ നിലനിൽക്കുന്ന റെയിൽവേ സ്റ്റേഷനുകളും മറ്റുമല്ല. അതിനെയെല്ലാം കച്ചവടം എന്ന സിദ്ധാന്തം ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ഭരണകസേനകൾ എങ്ങനെ നിലനിർത്താൻ പറ്റും, കച്ചവടം ചെയ്ത് കമ്മീഷൻ പറ്റി ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യാമെന്ന ആഗ്രഹവുമായിട്ടാണ് ഇന്ത്യയിലാകമാനമുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റഴിക്കുന്നതിന് വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. അത്തരമൊരു സാഹചര്യത്തിലാണ് ദക്ഷിണ റെയിൽവേ എംപ്ലോയീസ് യൂണിയന്റെ നേതൃത്വത്തിൽ ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം നിലനിൽക്കണമെന്ന ആഗ്രഹത്തോടുകൂടി ഇത്തരത്തിലുള്ള ഒരു സമരം സംഘടിപ്പിച്ചു വരുന്നത്. ഈ സമരത്തെ സംബന്ധിച്ചിടത്തോളം തൊഴിലാളികൾക്കിടയിലും അതുപോലെ തന്നെ യാത്രക്കാരുടെയിലും തന്നെ വലിയ പ്രതീക്ഷയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. കേന്ദ്രം വാഴുന്ന ഇവിടത്തെ NDA സർക്കാർ ഇത്തരത്തിലുള്ള നിലപാടുകളുമായി മുന്നോട്ട് പോകുമ്പോൾ ഇവിടുത്തെ തൊഴിലാളികളുടെ, ഇവിടുത്തെ യാത്രക്കാരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ ഞങ്ങൾ ഉണ്ടാകുമെന്നുള്ള ആ ഉറപ്പ് നൽകിക്കൊണ്ട് ഈ 3-ാം ദിവസത്തെ ഈ റിലേ സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്യുന്നത് CITയുടെ സംസ്ഥാന കമ്മിറ്റി അംഗവും തൃശൂർ ജില്ലയ്ക്കകത്തെ പ്രധാനപ്പെട്ട നേതാവുമായിട്ടുള്ള സഖാവ് ഹരിദാസേട്ടനാണ്. ഹരിദാസേട്ടനെ ഏറ്റവും സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ സത്യാഗ്രഹ സമരത്തിൽ DRUവിന്റെ തൃശൂർ കമ്മിറ്റിയുടെ ഭാരവാഹിയായിരുന്ന രത്നദാസ് മാഷുണ്ട്. രത്നദാസ് മാഷിനെ ഏറ്റവും സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ചാലക്കുടി ബ്രാഞ്ചിന്റെ പ്രസിഡന്റ് സുരേഷേട്ടനുണ്ട്. സുരേഷേട്ടനെ ഏറ്റവും സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. DRU തൃശൂർ ബ്രാഞ്ചിന്റെ സെക്രട്ടറി സുധീഷ് ഉണ്ട്. സുധീഷിനെ ഏറ്റവും സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബ്രാഞ്ച് പ്രസിഡന്റ് രജീഷ് ഈ വേദിയിലുണ്ട്. രജീഷിനെ ഏറ്റവും സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. DRUവിന്റെ ഭാരവാഹികളായിട്ടുള്ള മറ്റു സഖാക്കളും ഈ വേദിയിലുണ്ട്. ഈ സത്യാഗ്രഹ സമരത്തെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന DRUവിന്റെ നേതാവായിട്ടുള്ള സുബീഷുണ്ട്. സുബീഷിനെ ഏറ്റവും സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ യോഗത്തിന്റെ അധ്യക്ഷനായി ചാലക്കുടി ബ്രാഞ്ചിന്റെ ട്രഷററായിട്ടുള്ള പ്രവീണിനെ ഏറ്റവും സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. സഖാക്കളെ മനസ്സിലാക്കാം. സഖാക്കളെ, നമ്മുടെ 3-ാം ദിവസത്തെ സത്യാഗ്രഹ സമരം ഇവിടെ ആരംഭിക്കുകയാണ്. ഇന്ന് ഈ സത്യാഗ്രഹ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന സഖാക്കളായിട്ടുള്ള സനൽ, അരുൺ, സുബീഷ്, രജീഷ്, കലേഷ്, സുധീഷ് എന്നിവരെ ഈ ഹാരം സ്വീകരിക്കുന്നതിലേക്ക് ക്ഷണിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇവരെ ഹാരമണിയിക്കുന്നതിന് വേണ്ടി CITയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള ഹരിദാസനെയും ക്ഷണിക്കുകയാണ്. അരുൺ, അവസാനം
സഖാവ് സുബീഷ് സഖാവ് സലേഷ് സത്യാഗ്രഹ സമരം സിന്ദാബാദ് സഖാവ് സുബീഷ് ഇൻക്ലാബ് സിന്ദാബാദ് സഖാവ് രഞ്ജു ഇൻക്ലാബ് സിന്ദാബാദ് ഇൻക്ലാബ് സിന്ദാബാദ് ടിആർയു സിന്ദാബാദ് ടിആർയു സിന്ദാബാദ് വേണ്ടേ വേണ്ട 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 റെയിൽവേ സ്റ്റേഷൻ നിൽക്കണ്ട റെയിൽവേ സ്റ്റേഷൻ നിൽക്കണ്ട ഇൻക്ലാബ് സിന്ദാബാദ് ഇൻക്ലാബ് സിന്ദാബാദ് സത്യാഗ്രഹ സമരം സിന്ദാബാദ് ഇൻക്ലാബ് 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 സിന്ദാബാദ് ഇൻക്ലാബ് 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 സിന്ദാബാദ് സഹകളെ രാജ്യത്താകമാനം നടത്തിവരുന്ന സ്വകാര്യവൽക്കരണ നയത്തിൻ്റെ ഭാഗമായി തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ വിൽപ്പനയ്ക്കെതിരെ ദക്ഷിണ റെയിൽവേ എംപ്ലോയീസ് യൂണിയൻ CITU സംഘടിപ്പിച്ചിട്ടുള്ള റിലേ സത്യാഗ്രഹത്തിൻ്റെ 3-ാം ദിവസമായിട്ടുള്ള ഇന്ന് നമ്മുടെ ഈ സമരപരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് CITU സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള സഖാവ് ഹരിദാസ് എണ്ണാൻ സഖാവിനെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിന് ക്ഷണിക്കുകയാണ്. നമ്മുടെ രാജ്യമാകെ പ്രക്ഷുബ്ധമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് അനുദിനം പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യം കഴിഞ്ഞ 8 വർഷത്തോളമായി രാജ്യഭരണം നിർവഹിക്കുന്ന BJPയുടെ നേതൃത്വത്തിലുള്ള ഭരണം അധികാരത്തിൽ വന്നതിന് ശേഷം രാജ്യമാകമാനം കച്ചവടം ചെയ്യുക എന്ന നിലപാടിലേക്ക് ഇന്ത്യ ഗവൺമെൻറ് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സകലമാന മേഖലകളും കോർപ്പറേറ്റ് മുതലാളിത്തത്തിന് അടിയറ വെക്കുന്ന നിലപാട് തീവ്രമായി രാജ്യത്ത് നടപ്പാക്കി വരികയാണ്. നമുക്കറിയാവുന്നതാണ്, നരേന്ദ്രമോദിയുടെ 2ാം ഗവൺമെൻറ് അധികാരത്തിൽ വന്ന് ഇപ്പോൾ 7 വർഷം പൂർത്തീകരിച്ചു എന്നാണ് അഹങ്കരിക്കുന്നത്. ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ പൊതുസ്ഥിതി രാജ്യം കണ്ടിട്ടുള്ളതിൽ വെച്ച് ദുഷ്കരമായ ഒരു സാഹചര്യത്തെയാണ് നേരിടുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ നട്ടെല്ലായിട്ടുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം ഓരോന്നോരോന്നായി കച്ചവടം ചെയ്തു വരികയാണ്. ഇപ്പം കഴിഞ്ഞ മാസത്തിലാണ് നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് നമ്മുടെ രാജ്യത്തെ പൊതുമേഖലകളാകെ 4 ലക്ഷം കോടി രൂപയ്ക്ക് കച്ചവടം ചെയ്യാൻ തീരുമാനമെടുത്തു കഴിഞ്ഞു. കോടാനുകോടി രൂപ വിലമതിപ്പുള്ള റെയിൽവേകളും അനുബന്ധ സ്ഥാപനങ്ങളുമെല്ലാം ഇതിൽപ്പെടും. 4 റെയിൽവേ സോണുകൾ പൂർണ്ണമായി കച്ചവടം ചെയ്യണമെന്ന നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞു. ആ റെയിൽവേ സ്റ്റേഷനുകളുമായി ബന്ധപ്പെട്ട കോടിക്കണക്കിന് രൂപയുടെ ആസ്തികളെല്ലാം കോർപ്പറേറ്റ് മുതലാളിമാരുടെ കൈകളിലേക്കാണ് എത്താൻ പോകുന്നത്. വൈദേശിക കോടീശ്വരന്മാർ, ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖല, ലക്ഷക്കണക്കായുള്ള തൊഴിലാളികൾ തൊഴിലെടുക്കുന്ന ഈ രാജ്യത്തിൻ്റെ നാഡീസ്പർശമായി പ്രവർത്തിക്കുന്ന ഇന്ത്യൻ റെയിൽവേ ചുളുവിലയ്ക്ക് കച്ചവടം ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞിരിക്കും. ഇതുമൂലം നമ്മുടെ രാജ്യത്തെ തൊഴിലാളികൾ മാത്രമല്ല, നമ്മുടെ രാജ്യത്തിൻ്റെ പൊതുയാത്രാ സൗകര്യവും നിഷേധിക്കപ്പെടുകയാണ്. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തോട് ഏറ്റുമുട്ടിക്കൊണ്ടാണ് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് സ്വാതന്ത്ര്യ സമ്പാദനത്തിന് ശേഷം ഈ രാജ്യവും പൊതുമേഖലാ സ്ഥാപനങ്ങളും നമ്മൾ സംരക്ഷിച്ചു വരുന്നത്. ആ പൊതുമേഖല ഓരോന്ന് ശക്തിപ്പെടുത്തി വരിക എന്നതായിരുന്നു കഴിഞ്ഞ കാലഘട്ടത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റുകൾ സ്വീകരിച്ചിരുന്നെങ്കിൽ 1990കളോടെ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് കോൺഗ്രസ് അധികാരത്തിൽ വന്നതിന് ശേഷം ആഗോളവൽക്കരണ പുത്തൻ സാമ്പത്തിക നയ സിദ്ധാന്തം അംഗീകരിച്ചു. അതിൻ്റെ ഭാഗമായി
നമ്മുടെ പൊതുമേഖല പൂർണ്ണമായി കച്ചവടം ചെയ്യുക എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നു. നേരത്തെ UPA ഗവൺമെന്റിന്റെ ഭാഗമായി കച്ചവടം ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള നിലപാടുകൾ ഉറപ്പിച്ച് മുന്നോട്ട് പോയതാണ്. ഈ രാജ്യത്തെ തൊഴിലാളികൾ CIT ഉൾപ്പെടെ നടത്തിയ അതിശക്തമായ സമര പോരാട്ടത്തിന്റെ ഭാഗമായി തൽക്കാലം ആ കാലഘട്ടത്തിൽ കച്ചവടം നിർത്തിവെച്ചു. ഇപ്പം വീണ്ടും നമ്മുടെ രാജ്യത്ത് ഇന്ത്യൻ റെയിൽവേ മാത്രമല്ല BSNL കച്ചവടം ചെയ്യാൻ തീരുമാനമെടുത്തു വരുന്നു. എയർപോർട്ടുകൾ, എയർലൈൻസ് ഉൾപ്പെടെ ട്രിവാൻഡ്രം എയർപോർട്ട് കച്ചവടം ചെയ്തു കഴിഞ്ഞു. കൊച്ചിൻ എയർപോർട്ട് കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യ മഹാരാജ്യത്തെ നിരവധിയായിട്ടുള്ള വിമാനത്താവളങ്ങൾ ഒന്നടങ്കം ചുളുവരയ്ക്ക് കോർപ്പറേറ്റ് മുതലാളിമാർ കൈവശപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തെ യാത്രാ നിരക്കുകൾ ഇന്നുള്ളതിന്റെ എത്രയോ മടങ്ങ് വർദ്ധിപ്പിക്കാൻ കോർപ്പറേറ്റ് മുതലാളിമാർ തീരുമാനമെടുക്കുന്നു. ഈ ഇന്ത്യ രാജ്യത്തകത്തുള്ള ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായ ഇന്ത്യൻ റെയിൽവേയിലെ 4 സോണുകൾ കച്ചവടം ചെയ്യണമെന്ന് തത്വത്തിൽ BJP ഗവൺമെന്റ് അംഗീകരിച്ചു കഴിഞ്ഞു. ഈ 4 സോണുകൾക്കകത്തുള്ള യാത്രാ ട്രെയിനുകൾ പൂർണ്ണമായി കച്ചവടം ചെയ്യാനാണ് അവർ തീരുമാനമെടുത്തിട്ടുള്ളത്. യാത്രാ ട്രെയിനുകൾ മാത്രമല്ല, ഗൂഡ്സ് ട്രെയിനുകൾ, ആയിരക്കണക്കായുള്ള ട്രെയിനുകൾ, ഈ റെയിൽവേ സ്റ്റേഷനുകളുമായി ബന്ധപ്പെട്ടുള്ള കോടിക്കണക്കിന് രൂപ ആസ്തി വരുന്ന പുറമ്പോക്കിലും കെട്ടിടങ്ങളും ഉപകരണങ്ങളും എല്ലാം കോർപ്പറേറ്റ് മുതലാളിമാർക്ക് വിൽപ്പന നടത്താൻ തീരുമാനമെടുത്തു കഴിഞ്ഞു. റെയിൽ ടിക്കറ്റ് ഉൾപ്പെടെ ഇനി നിശ്ചയിക്കുക അവരാണ്. നിലവിലുള്ള തൊഴിലാളികളെ എല്ലാം നിലനിർത്തുമെന്ന കാര്യത്തിന് യാതൊരു ഉറപ്പുമില്ല. വൈദേശിക മുതലാളിമാരുടെ താല്പര്യത്തിനനുസൃതമായി ഇന്ത്യ രാജ്യത്തേക്ക് വൈദേശിക തൊഴിലാളികളെ അടക്കം ഇറക്കുമതി ചെയ്തുകൊണ്ട് രാജ്യത്തെ ജനകോടികൾ, തൊഴിലാളികൾ അടിമ സമാനം എടുക്കുന്ന നിലപാടുകൾ സ്വീകരിച്ചു കഴിഞ്ഞു. ഇപ്പൊ നമുക്കറിയാം, കഴിഞ്ഞ 8 മാസങ്ങൾക്ക് മുമ്പാണ് ഇന്ത്യൻ പാർലമെന്റിനകത്ത് നമ്മുടെ രാജ്യത്തെ ജനകീയ സഭകളുണ്ട്. 565ഓളം വരുന്ന പാർലമെന്റ് മെമ്പർമാരുണ്ട്, 265ഓളം വരുന്ന രാജ്യസഭാ മെമ്പർമാരുണ്ട്. ഇതെല്ലാം ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്നതാണ്. ഈ 2 സഭകളും ചേർന്നുകൊണ്ടാണ് നിയമനിർമ്മാണം ഉണ്ടാവേണ്ടത്. അതാണ് ഇന്ത്യ രാജ്യത്തെ ജനാധിപത്യ വ്യവസ്ഥയിൽ നിന്നും തീരുമാനം അതാണ്. പക്ഷേ നരേന്ദ്രമോദി ചെയ്യുന്നത് എന്താണ്? ഇന്ത്യ രാജ്യത്തെ കാർഷിക മേഖല പൂർണ്ണമായി കച്ചവടം ചെയ്യുന്നില്ലേ? ഇന്നലെ 8 പേരെയല്ലേ വെടിവെച്ച് കൊന്നത്? നരേന്ദ്രമോദിയുടെ മന്ത്രിയുടെ കാറിൽ പോയിക്കൊണ്ട് 8 പേരെ സമര കേന്ദ്രത്തിൽ പോയി വെടിവെച്ച് കൊല്ലാൻ ഉള്ള ദാക്ഷ്യത്തിലേക്ക് BJP, RSS സംഘപരിവാർ ശക്തികൾ ഈ രാജ്യത്തെ മാറുകയാണ്. രാജ്യം അതിശക്തമായുള്ള പോരാട്ടത്തിലാണ്. കഴിഞ്ഞ 10 മാസക്കാലമായി ഇന്ത്യ രാജ്യത്തിന്റെ തലസ്ഥാന നഗരി ന്യൂഡൽഹി പട്ടണം കൃഷിക്കാരുടെ നിയന്ത്രണത്തിലാണ്. ലക്ഷക്കണക്കായുള്ള കൃഷിക്കാർ, 10-80 വയസ്സ് പ്രായമുള്ളവർ, ഈ രാജ്യത്തെ തീറ്റിപ്പോറ്റുന്നവർ ഡൽഹി പട്ടണം വളഞ്ഞുകൊണ്ട് ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയിട്ടുള്ള, നരേന്ദ്രമോദി കൊണ്ടുവന്നിട്ടുള്ള, ചർച്ച ചെയ്യാതെ നിയമമാക്കിയിട്ടുള്ള കാർഷിക പരിഷ്കരണ നിയമം ഈ രാജ്യത്ത് നടപ്പാവുന്നതോടുകൂടി ഇന്ത്യ രാജ്യത്തെ FCI ഗോഡൌണുകളും കാർഷിക ബന്ധ നിയമങ്ങളും എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് നമ്മുടെ കാർഷിക മേഖല പൂർണ്ണമായി കോർപ്പറേറ്റ് മുതലാളിമാരുടെ കയ്യിലേക്കാണ് പോകുന്നത്. രാജ്യം പട്ടിണിയിലേക്കാണ്. കാർഷികോൽപ്പന്നം പൂർണ്ണമായും കോർപ്പറേറ്റ് മുതലാളിമാരുടെ നിയന്ത്രണത്തിൽ വരുമ്പോൾ നമ്മുടെ രാജ്യത്ത് ഭക്ഷ്യോൽപാദനം ഉണ്ടാവില്ല. കാർഷിക ഭൂമി പൂർണ്ണമായി കോർപ്പറേറ്റ് മുതലാളിമാർക്ക് കച്ചവടം ചെയ്യുകയാണ്. പിന്നെ എന്ത് കൃഷിയാണ് ചെയ്യുക? ഈ രീതിയിലുള്ള ജനവിരുദ്ധമായുള്ള നയങ്ങൾ നടപ്പാക്കുന്നതിനെതിരെ ജനലക്ഷങ്ങളാണ് സമര പോരാട്ടത്തിൽ വരുന്നത്. ആളിക്കത്തുന്ന സമരത്തെ ഗുണ്ടകൾ ഉപയോഗിച്ചുകൊണ്ട് മൃഗീയമായി കൊലപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാമെന്ന ദാക്ഷ്യം നിറഞ്ഞ നിലപാടിലാണ് BJP സംഘപരിവാർ ശക്തികൾ ഇപ്പോൾ നേതൃത്വം കൊടുക്കുന്നത്. തൊഴിൽ മേഖലയിലെ സ്ഥിതി അതിനേക്കാൾ കഷ്ടമാണ്. നമ്മുടെ രാജ്യത്ത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് ഏറ്റുമുട്ടിക്കൊണ്ടുണ്ടാക്കിയിട്ടുള്ള തൊഴിൽ നിയമങ്ങൾ ഓരോന്നോരോന്നായി ചവിട്ടിവലിക്കുകയാണ്. രാജ്യത്ത് നിലവിലുണ്ടായിരുന്ന 44 തൊഴിൽ നിയമങ്ങൾ 4 കോടികളാക്കി മാറ്റി. തൊഴിലാളിക്ക്, റെയിൽവേ തൊഴിലാളിക്കായാലും
മറ്റ് ഇതര മേഖലയിലെ തൊഴിലാളികൾക്കും അവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കാനോ അത് അംഗീകരിച്ചു കിട്ടുന്നതിനോ യാതൊരു നിബന്ധനയും ഇല്ലാത്ത നിലയ്ക്ക് ലേബർ ഓഫീസുകൾ പോലും വേണ്ട എന്ന രീതിയിലേക്ക് തീരുമാനമെടുക്കുന്നു. ഇതിന്റെ ഭാഗമായുള്ള ദുരിതപൂർണമായുള്ള സാഹചര്യം എല്ലാ മേഖലകളും അടച്ചുപൂട്ടുകയാണ്. തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെടുകയാണ്. ദശലക്ഷക്കണക്കായുള്ള ഫാക്ടറികൾ അടച്ചുപൂട്ടി. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യ രാജ്യത്ത് പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് വൻതോതിൽ വില വർദ്ധിപ്പിച്ചു. 105 രൂപയിലേക്ക് എത്തിയിരിക്കുന്നു 1 ലിറ്റർ പെട്രോളിന്റെ വില. 1972 കേവലം 30 പൈസ മാത്രം ഉണ്ടായിരുന്ന പെട്രോളാണ് ലോകത്തിൽ മറ്റൊരു രാജ്യത്തും ഇല്ലാത്ത നിലയ്ക്ക് നിഷ്ഠൂരമായി വില വർദ്ധിപ്പിച്ച് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. രാജ്യത്തെ മോട്ടോർ ട്രാൻസ്പോർട്ട് മേഖല 50% വരുന്ന വാഹനങ്ങൾ 15 വർഷമായത് കണ്ടം തള്ളണം എന്ന തീരുമാനം നിയമമെടുത്തിരിക്കുന്നു. ഏറ്റവും വലിയ തൊഴിൽ മേഖല നഷ്ടപ്പെട്ടാൽ പാപ്പരീകരിക്കപ്പെടുന്ന തൊഴിലാളികളും പെരുവാധാരമാവുന്ന ദശലക്ഷക്കണക്കായ തൊഴിലാളികൾ ഈ രാജ്യത്ത് ഉയർന്നു വരികയാണ്. അതിന്റെ കൂടെയാണ് റെയിൽവേ, BSNL, എയർലൈൻ ഒക്കെ കച്ചവടം ചെയ്യാൻ തീരുമാനിക്കുന്നു. ഈ നികൃഷ്ടമായ തീരുമാനത്തിനെതിരെ, നിയമത്തിനെതിരെയുള്ള അതിശക്തമായിട്ടുള്ള പോരാട്ടം രാജ്യത്ത് ഉയർന്നു വരികയാണ്. കഴിഞ്ഞ 27-ാം തീയതി നടന്ന കൃഷിക്കാരും തൊഴിലാളികളും യോജിച്ചുകൊണ്ടുള്ള സമര പോരാട്ടം ഇന്ത്യ രാജ്യം നിശ്ചലമായി. ആ സമര പോരാട്ടം വരും ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന നരേന്ദ്രമോദി ഗവൺമെന്റിനെതിരായിട്ടുള്ള ഒരു 2ാം സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭണമായി രാജ്യത്ത് ഉയർത്തിക്കൊണ്ടുവന്നുകൊണ്ട് തൊഴിലാളികളെ രക്ഷിക്കാൻ, പൊതുമേഖലയെ രക്ഷിക്കാൻ, രാജ്യത്തെ രക്ഷിക്കാനുള്ള പോരാട്ടത്തിന് രാജ്യത്തെ BJP ഇതര ശക്തികളെല്ലാം തയ്യാറായി വരികയാണ്. ആ സാഹചര്യത്തിലാണ് ദക്ഷിൺ റെയിൽവേ എംപ്ലോയീസ് യൂണിയൻ ജീവത്തായ തൊഴിലാളികളെ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് 3 ദിവസമായിട്ടുള്ള സമരം പ്രതീകാത്മകമായി ഇവിടെ സംഘടിപ്പിക്കുന്നു. ഈ സമരത്തിൽ പങ്കെടുത്ത DRUവിന്റെ ഉത്തമന്മാരായുള്ള പോരാളികൾ, സമരസഖാക്കൾ, അവരെയെല്ലാം CITU കേരള സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി ഹാർദമായിട്ട് അഭിവാദ്യങ്ങൾ ചേരുകയാണ്. അതുപോലെ തന്നെ ഈ സമരത്തിന് പിന്തുണ കൊടുക്കുന്ന റെയിൽവേയുമായി ബന്ധപ്പെട്ട തൊഴിലാളികൾ അവരുടെ എല്ലാ സഹായത്തോടു കൂടി വരും ദിവസങ്ങളിൽ കേന്ദ്ര BJP ഗവൺമെന്റ് ഈ രാജ്യത്ത് നടപ്പാക്കാൻ ആഗ്രഹിക്കുന്ന ജനവിരുദ്ധ നയങ്ങൾ വെച്ചു പൊറിപ്പിക്കില്ല എന്ന് ഉച്ചയിസ്തരം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സമരത്തിനും സമര സംഘടനയ്ക്കും വരും ദിവസങ്ങളിൽ പിന്തുണയും സഹായവും നൽകണമെന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമരത്തെ ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്യുന്നു. സഖാക്കളെ, നിങ്ങൾക്ക് വിപ്ലവ അഭിവാദ്യങ്ങൾ. ഈ സമരം അഭിവാദ്യം ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി ദക്ഷിണ റെയിൽവേ എംപ്ലോയീസ് യൂണിയൻ CITUവിൻ്റെ മുൻ ഭാരവാഹിയും നിലവിലെ പെൻഷനേഴ്സ് ജീവനക്കാരുടെ നേതാവുമായിട്ടുള്ള സഖാവ് AK രത്നദാസിനെ ക്ഷണിച്ചുകൊള്ളു. സഹകളെ, ദക്ഷിണ റെയിൽവേ എംപ്ലോയീസ് യൂണിയൻ്റെ നേതൃത്വത്തിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റഴിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ നയത്തിനോടനുബന്ധിച്ച് റെയിൽവേ സ്റ്റേഷനുകളെല്ലാം വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നടത്തുന്ന ഈ സത്യാഗ്രഹത്തിൻ്റെ 3ാം ദിവസമാണ് ഇന്ന്. ഈ 3 ദിവസത്തെ സത്യാഗ്രഹ സമരം കൊണ്ട് എന്താണ് നേടുക എന്ന് ചോദിക്കുന്ന കുറച്ചെങ്കിലും ആളുകൾ
നമുക്ക് ചുറ്റുമുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, എന്ത് നേടും എന്ന് മുൻകൂട്ടി തീരുമാനിച്ചുകൊണ്ടല്ലല്ലോ സാധാരണ എല്ലാ രാജ്യത്തും എല്ലാ ജനങ്ങളും അല്ലെങ്കിൽ എല്ലാ തൊഴിലാളികളും സമരരംഗത്തേക്ക് ഇറങ്ങുന്നത്. അങ്ങനെ മുൻകൂട്ടി ചിന്തിച്ചുകൊണ്ട് സമരരംഗത്തേക്ക് ഇറങ്ങുകയായിരുന്നെങ്കിൽ ബ്രിട്ടീഷുകാരെ നമ്മുടെ ഇന്ത്യയിൽ നിന്നും കെട്ടുകെട്ടിക്കാൻ കഴിയുമായിരുന്നില്ല. ലോകത്തിലെ വൻ ശക്തികൾ ഇന്ത്യയെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് പോലും നമ്മുടെ കേരളത്തിലെ ഗ്രാമപ്രദേശങ്ങൾ തൊട്ട് രാജ്യത്ത് ഒട്ടനേകം കേന്ദ്രങ്ങളിൽ തുടക്കത്തിൽ സമരങ്ങൾ നടത്തി. അത് ഒരു പ്രത്യേക ഘട്ടം വരുമ്പോൾ ജീവൻ കൊടുത്തുള്ള സമരത്തിന് തയ്യാറാവുന്ന ഒരു ജനങ്ങളുടെ നിര തന്നെ ഉണ്ടാവുകയും അങ്ങനെ അതൊരു വൻ ജനപങ്കാളിത്തത്തോടുകൂടി ഒരു കൊടുങ്കാറ്റിൻ്റെ ശക്തിയിൽ ആഞ്ഞടിച്ച് നമ്മളുടെ ആവശ്യങ്ങൾ നേടിയെടുത്ത ചരിത്രമാണ് തൊഴിലാളികളുടെ ചരിത്രം എന്നുള്ളത് ഈ തരുണത്തിൽ നാം ഓർമ്മിക്കേണ്ടതാണ്. ഈ സമയത്ത് ഏറ്റവും ജനങ്ങളുടെ മനസ്സിൽ ആശങ്ക ഉളവാക്കുന്ന ചില വസ്തുതകൾ എന്ന് പറയുന്നത്, ഈ സമരത്തോട് അനുബന്ധിച്ച് അതിൻ്റെ അടിസ്ഥാന കാരണങ്ങളെക്കുറിച്ച് വിലയിരുത്തുമ്പോൾ നമുക്കറിയാം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ജനാധിപത്യം നാട്ടിൽ പറിച്ചുകൊണ്ട് ജനാധിപത്യത്തിന് യാതൊരുവിധ വിലയും കൽപ്പിക്കാതെ സ്വേച്ഛാധിപതികളായി ഏകാധിപത്യ പ്രവണത കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാരാണ് രണ്ടാം BJP സർക്കാർ. ആ സർക്കാരാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത് എന്നുള്ളത് വളരെ ഗൗരവമായി വിലയിരുത്തേണ്ടുന്ന സമയങ്ങളാണിപ്പോൾ. നമുക്കറിയാം, പഴയ കാലങ്ങളിൽ റെയിൽവേയിലെല്ലാം നടപ്പിലാക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് പാർലമെന്റിലും രാജ്യസഭയിലുമൊക്കെ ചർച്ച നടത്തുകയും ആ ചർച്ചയെ സംശീകരിച്ച് ഒരു ജനാധിപത്യ അടിസ്ഥാനത്തിൽ ഏതെല്ലാം പ്രശ്നങ്ങളാണ് മുൻഗണനാക്രമത്തിൽ നടപ്പിലാക്കേണ്ടത് എന്ന് തീരുമാനിക്കുകയും അങ്ങനെയാണ് ജനകീയ പ്രശ്നങ്ങൾ പാർലമെന്റിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് എങ്കിൽ ഇന്ന് നടന്നു വരുന്നത് യാതൊരു ചർച്ചയുമില്ലാതെ പാർലമെന്റിൽ ജനാധിപത്യ വ്യവസ്ഥിതി യാതൊരു രീതിയിലും മാനിക്കാതെ ഏതാനും വ്യക്തികൾ കൂടി തീരുമാനിക്കുന്ന കാര്യങ്ങളാണ് ഇന്ന് ഈ ഇന്ത്യ മഹാരാജ്യത്ത് നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ റെയിൽവേയുടെ സാമ്പത്തിക രംഗത്ത് ഇന്ത്യൻ റെയിൽവേ വഹിക്കുന്ന പങ്കിനെ കുറിച്ച് ഞാനിവിടെ വിസ്തരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇന്ത്യൻ റെയിൽവേയുടെ അസറ്റ്, സ്വത്ത് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇന്ന് കണക്ക് കൂട്ടാൻ പറ്റാത്ത അത്രയും വലുതാണ്. നമുക്കറിയാമല്ലോ, തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ എത്ര ഏക്കർ ഭൂമിയാണ് ഉള്ളത് എന്ന് തിട്ടപ്പെടുത്തുന്നതിനും അത് സ്വകാര്യ വ്യക്തികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് ഏതെല്ലാം രീതിയിൽ ഉപയോഗിക്കപ്പെടണമെന്നും അല്ലെങ്കിൽ ഉപയോഗിക്കപ്പെടുത്താമെന്നും വിലയിരുത്തിക്കൊണ്ട് റെയിൽവേയുടെ തൃശ്ശൂർ മേഖലയിലുള്ള റെയിൽവേയുടെ ഭൂമിയുടെ വില കണക്കാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയും ആ വിലയ്ക്കനുസൃതമായി ഈ സ്ഥലങ്ങൾക്ക് എന്ത് വില കിട്ടുമെന്ന് കണക്കാക്കിക്കൊണ്ട് ഈ സ്ഥലങ്ങൾ വിൽക്കുവാൻ വേണ്ടി ആദ്യഘട്ടമെന്നോണം ചെയ്തത് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലെ ഏറ്റവും സ്റ്റേഷൻ്റെ ഭരണാധികാരി എന്ന് പറയുന്നത് സ്റ്റേഷൻ മാനേജറായിരുന്നു. ആ സ്റ്റേഷൻ മാനേജറെ പിന്നിൽ തള്ളിക്കൊണ്ട് ഒരു സ്റ്റേഷൻ ഡയറക്ടർ എന്ന പോസ്റ്റ് രൂപീകരിക്കുകയുണ്ടായി. വാസ്തവത്തിൽ സ്റ്റേഷൻ ഡയറക്ടറുടെ ജോലി എന്ത് എന്ന് ഭേദപ്പെട്ട ഒരു റെയിൽവേ ജീവനക്കാരോട് ചോദിച്ചാൽ പോലും ആർക്കും അറിയില്ല. എന്നാൽ DRU അന്ന് തന്നെ പറയുകയുണ്ടായി, ഈ സ്റ്റേഷൻ ഡയറക്ടറുടെ പ്രധാന ജോലി തീവണ്ടികൾ ഓടിക്കുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്താനോ തീവണ്ടികളുടെ പങ്ക്ച്വാലിറ്റിയെക്കുറിച്ച് നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കുവാനോ വേണ്ടിയായിരുന്നില്ല. അതുമല്ലെങ്കിൽ തൊഴിലാളികളെ സംബന്ധിക്കുന്ന പ്രശ്നങ്ങൾ ഇടപെട്ടുകൊണ്ട് തൊഴിലാളികളുടെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഏതെങ്കിലും രീതിയിലുള്ള ഇടപെടലുകൾ
നടത്തുവാൻ വേണ്ടിയാണോ എന്ന് ചോദിച്ചാൽ അതിനും ആയിരുന്നില്ല. എന്തിനാണ് ഇദ്ദേഹത്തെ നിയമിച്ചത് എന്ന് DRU പറഞ്ഞു വന്ന് ഈ റെയിൽവേ സ്റ്റേഷനിൽ വിൽപ്പനയ്ക്ക് വയ്ക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളിൽ എങ്ങനെയൊക്കെ കാശുണ്ടാക്കാൻ പറ്റും എന്നുള്ള ഒരു ചെറിയ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ് ഈ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തത്. ഇവിടെ അസിസ്റ്റന്റ് ഡിവിഷണൽ എഞ്ചിനീയർ ഉണ്ട്, സീനിയർ മെഡിക്കൽ ഓഫീസറുണ്ട്. ഇവരൊക്കെ ഈ പോസ്റ്റുകൾക്ക് ഉണ്ടായിട്ടും സ്റ്റേഷൻ ഡയറക്ടറെ പോസ്റ്റ് ചെയ്യുന്നത് ഇതിനല്ലാതെ മറ്റെന്തിനാണ്? നരേന്ദ്രമോദി വന്നതിന് ശേഷം നമ്മളിതൊക്കെ പറയുമ്പോൾ BJP സർക്കാരിന് മാത്രം പറയുന്നത് അത്ര ശരിയല്ല. കാരണം 90കളിൽ നമുക്കറിയാം, നരസിംഹറാവു പ്രധാനമന്ത്രി ആയിരിക്കുമ്പോഴാണ് ഈ തരം നടപടികളുമായിട്ട്, അതായത് ഇന്ത്യയുടെ വളർച്ച ത്വരിതപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ആധുനികവത്കരണവും സ്വകാര്യവത്കരണവും കമ്പ്യൂട്ടർവത്കരണവും ഒക്കെ കൊണ്ടുവരുന്നത് എന്ന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് അന്നത്തെ UPA സർക്കാർ പല നടപടികളും എടുക്കാൻ ശ്രമിച്ചത്. അത് പക്ഷേ നല്ല രീതിയിൽ അവർക്ക് ഭൂരിപക്ഷം ഇല്ലാത്തത് കൊണ്ടും അല്പമെങ്കിലും ജനാധിപത്യം ആ UPAക്ക് ഉണ്ടായിരുന്നതുകൊണ്ടും ഭൂരിപക്ഷം ലഭിക്കാത്ത ആ കാരണത്താൽ അത് വേണ്ട രീതിയിൽ നടപ്പിലാക്കാൻ കഴിയാതെ പോയി. അപ്പോഴാണ് നമുക്ക് ഒന്നാം BJP സർക്കാർ വരുന്നത്. ഒന്നാം BJP സർക്കാർ വാജ്പേയിയുടെ നേതൃത്വത്തിൽ വന്നപ്പോഴും അത്യാവശ്യം മനസാക്ഷിയുള്ളൊരു മനുഷ്യനായതുകൊണ്ടായിരിക്കാം അവർക്കും ഇത് നല്ല രീതിയിൽ ചർച്ചയ്ക്കെടുത്ത ഒരു പാർലമെന്ററി വ്യവസ്ഥയെ മാനിച്ചുകൊണ്ടുള്ളൊരു തീരുമാനമെടുക്കുവാൻ കഴിയാതെ പോവുകയാണുണ്ടായത്. എന്നാൽ രണ്ടാം BJP സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യം എന്നുള്ളത് ഇവിടെ ഒന്നുമല്ല. ഇലക്ഷൻ ജയിക്കുക എന്നുള്ളതിന് രാഷ്ട്രീയം വേണ്ട എന്ന് തെളിയിച്ച ഒരു പ്രസ്ഥാനമാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത്. ഇവിടെ പാർലമെന്റിലും അസംബ്ലികളിലും ഒക്കെ ഭൂരിപക്ഷം കിട്ടുവാൻ വേറൊന്നും പറയേണ്ട കാര്യമില്ല. ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം ഈ 3 പേര് ഉച്ചരിച്ചുകൊണ്ട് ജനങ്ങളെ തമ്മിൽ തെളിച്ചുകൊണ്ട് ഇവിടെ ഭരണം പോകാൻ കഴിയുമെന്ന് തെളിയിച്ച ഒരു സർക്കാരാണ് BJP സർക്കാർ. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ കോൺഗ്രസ് ആവട്ടെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആവട്ടെ, മറ്റേത് പാർട്ടി ആയാലും അവർക്കൊരു നയമുണ്ട്, അവർക്കൊരു കാഴ്ചപ്പാടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ BJPയുടെ കാഴ്ചപ്പാട് എന്താണ്? BJP പറയുന്നുണ്ട് ഇവിടെ സോഷ്യലിസം കൊണ്ടുവരാം എന്നവർ പറയുന്നുണ്ടോ? അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രാഷ്ട്രീയമായ ഒരു കാഴ്ചപ്പാട് BJPക്കുള്ളതായിട്ട് ഒരു BJPക്കാരനോ ഒരു RSSകാരനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യക്തികൾക്കോ ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? ഒരിക്കലുമില്ല. അവർക്ക് അങ്ങനെ ഒരു ലക്ഷ്യവുമില്ല. അവരുടെ ലക്ഷ്യം ഇലക്ഷൻ ജയിക്കാൻ വേണ്ടി ഹിന്ദുക്കളെയും മറ്റ് വർഗീയ ശക്തികളെയും തമ്മിൽ തല്ലിച്ച് ഭൂരിപക്ഷം ഉണ്ടാക്കി ഭരണത്തിൽ പോവുക എന്നുള്ളതാണ്. അതുമാത്രമാണോ? ഭരണത്തിലേറി കഴിഞ്ഞാൽ BJPയുടെ അഖിലേന്ത്യാ നേതാക്കന്മാരുടെ കുടുംബസ്വത്തിന്റെ കണക്കൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ അറിയാം BJPയുടെ ലക്ഷ്യം എന്താണെന്ന്. ഞാൻ പറയും, ഇതിനു മുൻപ് എനിക്ക് പറയുണ്ടായി, അമിത്ഷായുടെ മകന്റെ സ്വത്തിന്റെ വളർച്ച എന്ന് പറയുന്നത് ഒരു വർഷം കൊണ്ട് 222% വർദ്ധിച്ചത്. എന്താണ് ബിസിനസ് എന്ന് ഇതുവരെ പത്രങ്ങളിലോ മറ്റ് മീഡിയകളിലോ മനസ്സിലാക്കാൻ സാധാരണ ജനങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷേ അവരുടെ വളർച്ച അത് വാണം വിട്ട പോലെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ അദാനി അംബാനിമാരുടെ കാര്യം. അദാനി അംബാനി ഇന്നലത്തെ പത്രത്തിൽ, മിനിഞ്ഞാന്നത്തെ പത്രത്തിൽ ആദ്യമേ തന്നെ ഫ്രണ്ട് പേജിൽ പറഞ്ഞത് എയർ ഇന്ത്യ വിറ്റു എന്നുള്ളതാണ്. എയർ ഇന്ത്യ ടാറ്റ ഏറ്റെടുത്തിരിക്കുന്നു. പണ്ട് 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്തൊക്കെ എയർ ഇന്ത്യ ടാറ്റയുടെ കയ്യിലായിരുന്നു. ആ സാധനം ഗവൺമെന്റ് ഏറ്റെടുക്കുകയും ഇപ്പോഴിതാ ടാറ്റയ്ക്ക് വീണ്ടും കൈമാറുകയും ചെയ്യുന്നു. ഒരു രാജ്യത്ത് ജനങ്ങൾക്ക് ക്ഷേമകരമായ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയാണ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ നിലകൊള്ളേണ്ടത് എന്ന് ഉറച്ചു വിശ്വസിക്കുകയും ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഭരണം നടത്തുകയും ചെയ്യുന്ന ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത്.
കേരളത്തിലെ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ നമുക്കറിയാമല്ലോ, പൊതുമേഖലാ സ്ഥാപനങ്ങളെ വിറ്റഴിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഏറ്റെടുക്കാൻ തയ്യാറായിക്കൊണ്ട് പാലക്കാടുള്ള ITI പോലുള്ള സ്ഥാപനങ്ങളെല്ലാം സർക്കാർ ഏറ്റെടുക്കുകയാണുണ്ടായത്. അതേപോലെ തന്നെ ഇവിടുത്തെ ഗവൺമെൻറ് സ്കൂളുകൾ, ഒരു രാജ്യത്തിൻ്റെ ഉയർച്ചയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് അവിടുത്തെ ജനങ്ങളാണെന്നും അവിടുത്തെ ജനങ്ങളുടെ ബുദ്ധി വർദ്ധിപ്പിക്കുവാൻ വേണ്ടി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് ഉള്ളതെന്നും സാധാരണക്കാരൻ്റെയും മറ്റ് എല്ലാ ജനങ്ങളുടെയും വിദ്യാർത്ഥികളെ നല്ല രീതിയിൽ എഡ്യൂക്കേറ്റ് ചെയ്യാൻ ഉപകരിക്കുന്നത് സർക്കാർ സ്ഥാപനങ്ങളാണ്, സർക്കാർ സ്കൂളുകളാണ് എന്നുള്ള അടിസ്ഥാന തത്വം മനസ്സിലാക്കിക്കൊണ്ടാണ് പിണറായി സർക്കാർ ഇന്ന് കേരളത്തിലെ ഒട്ടുമിക്ക ഗവൺമെൻറ് സ്കൂളുകളും 5 സ്റ്റാർ ഹോട്ടൽ പോലെ നല്ല രീതിയിലുള്ള ആധുനിക സൗകര്യങ്ങളോടുകൂടി ഉള്ള വിദ്യാലയങ്ങളാക്കി തീർക്കുന്നു. അതുപോലെ തന്നെയാണ് ആതുര സേവന രംഗത്ത് ആശുപത്രികളുടെ കഥ നമുക്കറിയാമല്ലോ. ഒരു പ്രൈവറ്റ് ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ പോയ രോഗി ബെഡ് റിഡനായിട്ട് ബെഡിൽ കിടക്കുന്ന ഒരു രൂപത്തിൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഏത് രൂപത്തിൽ തിരിച്ചു വരുമെന്നുള്ളതിനെ കുറിച്ച് യാതൊരു ഗ്യാരണ്ടി ഇല്ലാത്ത ഒരു ആശുപത്രിയാണെങ്കിൽ പോലും അവസാനം ബില്ല് തരുമ്പോൾ ലക്ഷങ്ങളുടെ ബില്ല് കണ്ട് കണ്ണും തള്ളി ഇതെങ്ങനെ അടയ്ക്കാമെന്നോർത്ത് വീടിൻ്റെ ആധാരം പണയം വെച്ചൊക്കെ ഈ ആശുപത്രി ബില്ലടയ്ക്കാൻ വേണ്ടി നെട്ടേറ്റം ഓടുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ സ്ഥിതി എന്താണ്? എല്ലാ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും താലൂക്ക് ആശുപത്രികളിലും ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലൊക്കെ ഇന്ന് ഒരു പ്രൈവറ്റ് ആശുപത്രിക്കും വെല്ലുവിളിയായിക്കൊണ്ട് ആധുനിക സജ്ജീകരണങ്ങളോടുകൂടി നമ്മുടെ ആശുപത്രികളെല്ലാം ഉയർന്നു. നമുക്കറിയാലോ, ഇന്ത്യ ടുഡേയുടെ ഒരു അവാർഡ് ഈയിടയ്ക്ക് കേരളത്തിൽ ലഭിക്കുകയുണ്ടായി. ആരോഗ്യ രംഗത്ത് പ്രവർത്തനത്തിൻ്റെ ഫലമായിക്കൊണ്ടാണ് ഈ ഇന്ത്യ ടുഡേ കേരള ഗവൺമെൻറ്റിന് അങ്ങനെ ഒരു അവാർഡ് കൊടുത്തത്. ഈ കോവിഡ് പശ്ചാത്തലത്തിൽ കൊറോണയുടെ മൂർധന്യാവസ്ഥയിൽ കേരളം എല്ലാ സംസ്ഥാനങ്ങൾക്കും മാതൃകയായിക്കൊണ്ട് ഇതേ BJP ഗവൺമെൻറ് തന്നെ കേരള ഗവൺമെൻറ്റിനെ ആദരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം എത്തിയിട്ടുണ്ടെങ്കിൽ അതിന് പ്രധാന കാരണം പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി എന്ന് മാത്രമല്ല, പിണറായി വിജയൻ കൊണ്ടുനടക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങളുടെ പ്രതിഫലനമാണ് അത് എന്ന് മനസ്സിലാക്കേണ്ട സമയം അതിക്രമിക്കുന്നു. അതുകൊണ്ട് ഈ ഇന്ത്യൻ റെയിൽവേ സ്റ്റേഷനുകളും ട്രെയിനുകളുമൊക്കെ തന്നെ വിൽപ്പന നടത്തുന്ന ഈ ഘട്ടത്തിൽ തൊഴിലാളികളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളി സംഘടന എന്നുള്ള രീതിയിൽ ദക്ഷിൺ റെയിൽവേ എംപ്ലോയീസ് യൂണിയന്റെ ചുണക്കുട്ടന്മാരായ പ്രവർത്തകർക്ക് വലിയൊരു ഉത്തരവാദിത്വമാണ് വന്നു ചേർന്നിരിക്കുന്നത്. കാരണം സാധാരണഗതിയിൽ തൊഴിലാളികളെ പ്രതികൂലമായി ബാധിക്കുന്ന പ്രശ്നങ്ങൾ വരുമ്പോൾ തൊഴിലാളികൾ രാഷ്ട്രീയമോ അല്ലെങ്കിൽ അതുപോലുള്ള യൂണിയനുകളുടെ അതിപ്രസരമോ ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് എന്താണ് ഉന്നയിക്കുന്ന പ്രശ്നം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സ്വമേധയാ അണിനിരക്കുന്ന ഒരു കാലം കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് വരെ ഉണ്ടായെങ്കിൽ ഇന്നത്തെ സ്ഥിതി ഇതല്ല. ഇന്നത്തെ സ്ഥിതി എങ്ങനെ എന്ന് ചോദിച്ചാൽ അതിന് എനിക്കൊരു ഉദാഹരണം പറയാനുള്ളത്, ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുമ്പോൾ നമുക്കറിയാമല്ലോ, രാജ്യസ്നേഹത്തിൻ്റെ അപ്പോസ്തലന്മാരായി ഇന്ത്യയിൽ വിശേഷിക്കപ്പെടുന്ന RSSകാരൊക്കെ അല്ലെങ്കിൽ BJPക്കാരൊക്കെ ഈ ബ്രിട്ടീഷുകാർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും എന്നാൽ സമരരംഗത്തുണ്ടെന്ന് കാട്ടിക്കൂട്ടാൻ വേണ്ടി ചില കോപ്രായങ്ങൾ കാട്ടിക്കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർ പിടിച്ച് ജയിലിടുമ്പോൾ അവർക്ക് മാപ്പ് എഴുതി കൊടുത്തുകൊണ്ട് തിരിച്ചു വരുന്ന സ്ഥിതി, ആ ഒരു രാഷ്ട്രീയ തന്ത്രം, അങ്ങനെയുള്ള സ്ഥിതിവിശേഷം ഇപ്പോഴും റെയിൽവേ രംഗത്തെ യൂണിയനുകൾക്ക് അല്ലെങ്കിൽ തൊഴിലാളി യൂണിയനുകളുടെ ഇടയിൽ ഉണ്ട് എന്നുള്ളൊരു വളരെ ഖേദകരമായ ഒരു സത്യമാണ്. അതായത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നു, അവന് പിടിക്കാൻ പറഞ്ഞു അവന് ഇടിക്കുന്ന സൂപ്പർവൈസർമാരടക്കമുള്ള ഒരു ശൃംഖലയായി റെയിൽവേ തൊഴിലാളികൾ മാറിയോ എന്ന് നമുക്ക് സംശയം തോന്നുന്നു. കാരണം നമുക്കറിയാമല്ലോ, ഈ രീതിയിലുള്ള പൊതുപ്രശ്നങ്ങൾ വരുമ്പോൾ ഇതിനു മുൻപൊക്കെ തന്നെ നമ്മുടെ റെയിൽവേ രംഗത്തുള്ള സദേൺ റെയിൽവേ മസ്ദൂർ യൂണിയനായ
ഇങ്ങോട്ട് സമീപിച്ച് നമുക്കൊരു ഐക്യം ഉണ്ടാക്കണമെന്ന് പറയുകയും അങ്ങനെ ഐക്യപ്പെട്ടുകൊണ്ട് ഈ റെയിൽവേ രംഗത്ത് സമരത്തിന് തയ്യാറെടുക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഈ അടുത്ത കാലം വരെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ അങ്ങനെയല്ല. ഇന്നിപ്പോൾ DRU നടത്തുന്ന ഈ സമരം 2-3 ഘട്ടം കഴിഞ്ഞപ്പോൾ ഇനി റെയിൽവേ രംഗത്തുള്ള എല്ലാ യൂണിയനുകളെയും സംഘടിപ്പിച്ചുകൊണ്ട് ഒരു സമരം നടത്താനുള്ള ശ്രമത്തിലാണ് DRUവിൻ്റെ പ്രവർത്തകർ. ആ ശ്രമം വിജയിക്കുക തന്നെ വേണം. അത് വിജയിപ്പിക്കാനുള്ള പ്രവർത്തനത്തിൽ യൂണിയന്റെ ഭാരവാഹികൾ മാത്രമല്ല, ഇന്ന് റെയിൽവേ രംഗത്തുള്ള എല്ലാ യൂണിയനിൽപ്പെട്ട അണികളും അതിന് തയ്യാറാവണമെന്നും ശക്തിപ്പെടുന്ന സമരത്തിന്റെ മുൻനിരക്കാരാവാൻ ഓരോ തൊഴിലാളികളും മുന്നോട്ട് വരണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ സമരത്തിൽ പങ്കെടുത്ത സമരഭടന്മാർക്കും ഇതിന് നേതൃത്വം നൽകുന്ന DRUവിനും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ട സഹാക്കളെ, തൃശൂർ റെയിൽവേ സ്റ്റേഷൻ വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ റിലേ നിരാഹാര സത്യാഗ്രഹം അനുഷ്ഠിക്കുന്ന തൃശൂർ ചാലക്കുടി ബ്രാഞ്ചിലുള്ള എല്ലാ സഹാക്കൾക്കും DRU TVC സൗത്ത് ബ്രാഞ്ച് സെക്രട്ടറി എന്ന നിലയിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു.